إذا سألت فاسأل الله وإذا استعنت فاستعن بالله. إذا سألت فاسأل الله, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് ചോദിച്ചോ. وإذا استعنت فاستعن بالله, നീ സഹായം തേടുകയാണോ നീ അല്ലാഹുവോട് സഹായം തേടിക്കോ. അല്ലാഹുവോട് സഹായം തേടിക്കോ. പക്ഷെ നമ്മളോ റമളാനിന്റെ പകലുകളിൽ പോലും റമളാൻ 17 വരുമ്പോ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിൽ ചൊല്ലുന്ന വരികൾ എന്താ? ബദർമാല ചൊല്ലിയിട്ട് ബദർമാല മുന്നിൽ തുറന്നു വെച്ചിട്ട് അതേ മദ്ഹ് എന്ന പേരിൽ നമ്മൾ ചൊല്ലുന്ന വരികൾ എന്താ? ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? വളരെ ഗൗരവത്തോടെയുള്ള വരി. ഏത് പ്രതിസന്ധി നിനക്ക് വന്നാലും നീ വിളിച്ച ബദർ ശുഹദാക്കളെ, ബദരീങ്ങളെ നീ വിളിച്ചോന്നാ പറയണേ. ബദരീങ്ങളെ നീ വിളിച്ചോന്നാ. യമം ബിഹി ഖല്ലറല്ലാ വമം ബിഹമ്മിൻ നഖിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. എത്ര ഭക്തിയിലാണ് ഈ വരികൾ ചൊല്ലുക. ഇത് കേൾക്കുമ്പോഴേക്കും ഉമ്മ തലയിൽ തട്ടട്ട് അല്ലേ? ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായി. എന്താ വരി? എന്താ? നിനക്കാദിയുണ്ടോ, വ്യാധിയുണ്ടോ, വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, നീ വിളിച്ചോ ബദർ ശുഹദാക്കളെ. ബദർ ശുഹദാക്കളെ വിളിച്ചോന്നാ ബദരീങ്ങൾ പറഞ്ഞതോ. നിനക്കെന്ത് പ്രതിസന്ധികളുണ്ടോ നീ വിളിച്ചോ. നിന്റെ കരങ്ങൾ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക് അല്ലാഹുവിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിക്കോ. ബദരീങ്ങളെ പാതയിൽ ബദരീങ്ങളുടെ പാതയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സലഫികളാണ്, മുജാഹിദുകളാണ്. നമ്മുടെ നാട്ടിലെ സലഫി ആദർശം സ്വീകരിച്ച സ്വഹാബത്തിന്റെ ആ ജീവിതചര്യകളെ പിൻപറ്റിയവരാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാവും. അതിന്റെ പേരിൽ പച്ചയായ ശിർക്കിന്റെ വരികളില്ലേ? ആലോചിച്ച്, പച്ചയായ ശിർക്കിന്റെ വരി. ഒന്ന് സിഫത്ത്, റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന സിഫത്തുകള്. അള്ളാന്റെ സിഫത്ത് റബ്ബല്ലാത്തവർക്ക് അല്ല കാണും പോലെ, അല്ല കേൾക്കും പോലെ, അല്ല സഹായിക്കും പോലെ, അല്ല പ്രാർത്ഥന കേൾക്കും പോലെ, അല്ല നമ്മുടെ കൽബറിയുന്നത് പോലെ മറ്റുള്ള മഹാന്മാരറിയുമെന്ന് വിശ്വസിക്കുന്നവരില്ലേ? ഇന്ന് പച്ചക്ക് പ്രസംഗിക്കണില്ലേ? CM കേൾക്കുന്നു, CM സഹായിക്കുന്നു, പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. നിരന്തരം ഓരോ വീഡിയോസ് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരിക. പച്ചയായി ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആശയം നമ്മുടെ നാടുകളിൽ കാണാം. അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ പോലെ ആദ്യം പറഞ്ഞ മൊയ്തീമാല വിമർശിക്കോ? ഇല്ല. മൊയ്തീമാലയിൽ അതേ സംഭവം മൊയ്തീമാലയിലുണ്ട്. എത്രണ്ട്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കണ്ണുകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും കണ്ണുകൊണ്ട് കണ്ട പോലെ കാട്ടി പറഞ്ഞ ആളാണ് ഷെയ്ഖ്. ഇത് മൊയ്തി ഷെയ്ഖ് പറഞ്ഞല്ല, ഷെയ്ഖിന്റെ പേരിൽ വെച്ചുണ്ടാക്കിയ സാധന. മൊയ്തി ഷെയ്ഖ് റഹിമഹുള്ളയുടെ പേരിൽ രചിച്ചുണ്ടാക്കി കളവ് പ്രചരിപ്പിച്ചതാണിത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കടയിലെ ഭരണിന്റെ ഉള്ളിൽ മുട്ടായി ഇട്ടുവെച്ചപ്പോൾ പുറത്ത് കാണുന്നത് പോലെ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയും. ഇത് മൊയ്തി ഷെയ്ഖ് പറഞ്ഞു. അല്ല പറഞ്ഞ വാചകം എന്താണെന്നറിയോ? വയഅലമു ഖായിനതൽ ലഗ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളെയും നിങ്ങളുടെ കൽബിലുള്ളതിനെയും അള്ളയാണ് അറിയുന്നവൻ. നമ്മുടെ സുദറിലുള്ളത്, കൽബിലുള്ളത് അല്ല അറിയുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ. ഇത് ശിർക്കല്ലെങ്കിൽ ഏതാ ശിർക്ക്? ഇത് ശിർക്കല്ലെങ്കിൽ ഏതാ ശിർക്ക്? ഗൗരവത്തിൽ ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മുടെ നാടുകളിലതാ എത്രയെത്ര വരികളാണ്. ഷറഫലനാമ് തുറന്നു വെക്കുന്നു, മങ്കൂസ് മൗലൂദ് തുറന്നു വെക്കുന്നു. എന്നിട്ട് ഇതൊക്കെ മദ്ഹിന്റെ പേരിലാണ് ഈ ശിർക്ക് ചെയ്യുന്നത്. മദ്ഹിന്റെ പേരിലാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു
ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ചൊല്ലുന്നില്ലേ? ഇത് ശിർക്കല്ലേ? ഇത് ശിർക്കല്ലേ? ഒന്നാമത്തെ പദം തന്നെ തെറ്റി. അബ്ദുക്കൽ മിസ്കീനു യർജു. നബിയെ, താങ്കളുടെ അടിമ ഇതാ താങ്കളിലേക്ക് വന്നിരിക്കുന്നു. നബിയെ, നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ? ആണോ? നമ്മൾ അള്ളാന്റെ അടിമയല്ലേ? അള്ളാന്റെ അടിമയല്ലേ മുഅ്മിനീങ്ങളെ? ഒരു വിശ്വാസി അങ്ങനെയല്ലേ ഉൾക്കൊള്ളുക? ആ വരി എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു. പാവപ്പെട്ട അടിമയിതാ, അടിമയിതാ നബിയെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ. ബശീറും നദീറുമായ നബിയെ എന്ന് വിളിച്ചിട്ടാ തേട്ടം. എന്നിട്ട് പറഞ്ഞെന്താ? ഫഅഗ്സിനി വഅജ്റിനി യാ മുജീറു മിനസ് സഗീർ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ, ഫഅഗ്സിനി വഅജ്റിനി, കൈപിടിക്കണേ നബിയെ, സഹായിക്കണേ നബിയെ. യാ മുജീറു മിനസ് സഗീർ, സഗീർ എന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയെ, സഈർ എന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയെ ഞങ്ങളുടെ കൈപിടിക്കണേ എന്ന് സഹോദരങ്ങളെ, ശറഫലനാമിന്റെ വരികൾ, മങ്കൂസ് മൗലൂദിന്റെ വരികൾ, നമ്മുടെ നാടുകളിൽ ഭക്തിയോടുകൂടി ഇരുന്ന് ചൊല്ലുന്ന വരികൾ ഇതാണ് ഇല്ലേ? റസൂലുള്ള പറഞ്ഞ വാചകണ്ട. ആയിഷത്ത് സിദ്ദീഖാനെ വിളിച്ചിട്ട് പറയാണ്, റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട്, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കെന്താ? റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. ആയിഷ ഫാത്തിമാനെ വിളിച്ചിട്ട് പറയാണ്, യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ. എന്തൊരു ഇഷ്ടായിരുന്നു റസൂലുള്ളാഹിക്ക് ഫാത്തിമാനെ, എന്തൊരു സ്നേഹമായിരുന്നു ഫാത്തിമാനോട്. ഫാത്തിമ ദൂരെ നിന്ന് വരുമ്പോ തന്നെ റസൂല് പറയും, മർഹബം ബിബിനതി, കേറി വാ മോളെ, അടുത്തേക്ക് വാ മോളെ. ഫാത്തിമാനെ കുറിച്ച് ഫാത്തിമാനെ റസൂല് വിളിക്കാറുള്ളത് എങ്ങനെയാണ്? യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. സ്വഹാബത്തിനോട് പറയാണ്, ഫാത്തിമത്ത് ഖിത്അതു മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ ഒരു ഭാഗമാണെന്ന് ആ ഫാത്തിമാനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞ വാചകം എന്താ? ഫാത്തിമ, എന്റെ പൊന്നിന്റെ മോളെ ഫാത്തിമ, നിനക്ക് ദുനിയാവിലെ വല്ലതും വേണോ ചോദിച്ചോ, വാപ്പ തരാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് മോളെ നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുന്നാര മകൾ ഫാത്തിമയോട്. റസൂലുള്ളയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതെങ്കിൽ റസൂല് ഫാത്തിമാനോട് പറയേണ്ടത് എന്തായിരുന്നു? ഫാത്തിമ, നീ പേടിക്കണ്ട മോളെ, ഞാൻ ഉണ്ടാകും പരലോകത്ത്, നീ എന്റെ മോളല്ലേ, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാമെന്ന് പറയേണ്ടതല്ലായിരുന്നോ? ഈ പറയപ്പെട്ട മൗലൂദിന്റെ വരി പ്രകാരം റസൂലുള്ളാഹിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള ശിർക്കിന്റെ വിശ്വാസപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കേണ്ടത് അതല്ലായിരുന്നോ? പക്ഷേ റസൂല് പറഞ്ഞതെന്താ? അൻഖിദീ നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ തന്നെ കാത്തോ മോളെ. അന്ന് വാപ്പാക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, അന്ന് വാപ്പാക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഫത്തഖില്ലാ മോളെ, നീ റബ്ബിനെ സൂക്ഷിക്കണേ മോളെ. ഫത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ മോളെ എന്ന് ഹബീബായ റസൂല് പഠിപ്പിച്ചത് ഹദീസിലുണ്ട്.